Hi all, welcome to Vision Empower. Today we are going to discuss about the course English for Business and Professional Communication, which is a skill enhancement course for third semester UG program in Sri Narayana Guru Open University. ഫസ്റ്റ് സെമസ്റ്ററിലും സെക്കൻഡ് സെമസ്റ്ററിലും കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലും കുറച്ചുകൂടെ പ്രൊഫഷണലി ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പേപ്പർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ബ്ലോക്കിൽ 5 യൂണിറ്റ്സും സെക്കൻഡ് ബ്ലോക്കിൽ 6 യൂണിറ്റ്സും ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. സോ ഫസ്റ്റ് ബ്ലോക്ക് ബേസിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടെക്നോളജി ബേസ്ഡ് കമ്മ്യൂണിക്കേഷനിലെ യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ എന്ന ചാപ്റ്ററിലൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ദ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻസ് ഓർ ഐഡിയാസ് ബിറ്റ്വീൻ 2 or more പീപ്പിൾ. രണ്ടോ അതിലധികമോ ആളുകൾക്കിടയിൽ ആശയങ്ങളോ വിവരങ്ങളോ ഒക്കെ കൈമാറ്റം ചെയ്യുന്നതിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഫണ്ടമെൻ്റൽ പാർട്ട് ഓഫ് ഹ്യൂമൻ ഇൻട്രാക്ഷൻസ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ. ഇറ്റ്സ് എ വൈറ്റൽ സ്കിൻ ഇൻ ബോത്ത് പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫ്. നമുക്ക് ബന്ധങ്ങൾ സ്ഥാപിക്കാനും മറ്റുള്ളവരുമായിട്ട് സഹകരിക്കാനും ആളുകളെ മനസ്സിലാക്കാനും ഗോൾസ് അച്ചീവ് ചെയ്യാനും ഒക്കെ ഒരു ഫൗണ്ടേഷനായിട്ട് കമ്മ്യൂണിക്കേഷൻ പ്രവർത്തിക്കുന്നുണ്ട്. വിവരങ്ങൾ കൈമാറ്റം ചെയ്യാനായിട്ടൊരു സെൻറ്റർ, അത് ഡെലിവറി ചെയ്യാനായിട്ടൊരു മീഡിയം, സ്വീകരിക്കാനായിട്ട് റിസീവർ. ഇതാണ് കമ്മ്യൂണിക്കേഷൻ്റെ ബേസിക് ഫോം. എന്നാൽ ഇത് മാത്രം അടങ്ങിയതല്ല ഒരു കമ്മ്യൂണിക്കേഷന്. അതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ്. ഈ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനിൽ കൊടുത്തിരിക്കുന്നത് പോലെ സെൻഡോ, എൻകോഡിംഗ്, മെസ്സേജ്, ചാനൽ, ഡീകോഡിംഗ്, റിസീവർ, ഫീഡ്ബാക്ക്, കോണ്ടെക്സ്റ്റ്, നോയ്സ് ഇവയെല്ലാം കമ്മ്യൂണിക്കേഷൻ്റെ പ്രോസസ്സുകളാണ്. ഇനി ഇവ ഓരോന്നും നോക്കാം. സെൻഡർ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആളാണ് സെൻഡർ. എന്താണ് കമ്മ്യൂണിക്കേഷനിൽ കൈമാറ്റം ചെയ്യുന്നതെന്ന് തീരുമാനിക്കുന്നതും സെൻഡറാണ്. നെക്സ്റ്റ് എൻകോഡിംഗ്. സെൻഡർ അയക്കുന്ന മെസ്സേജ് സെൻഡർ ഉദ്ദേശിക്കുന്ന ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് എൻകോഡിംഗ്. അത് സ്പീച്ചോ റൈറ്റിംഗ് ആവാം, വിഷ്വൽസ് ആവാം, ഗസ്റ്റേഴ്സ് ആവാം, ഒക്കെ ആവാം. അടുത്തത് മെസ്സേജ്. കമ്മ്യൂണിക്കേഷനിലെ കണ്ടന്റ് ആണ് മെസ്സേജ്. അതിലാണ് നമ്മൾ അയക്കുന്ന ആശയങ്ങൾ, ഇൻഫർമേഷൻസ്, ഇമോഷൻസ് ഇവയൊക്കെ അടങ്ങിയിരിക്കുന്നത്. അടുത്തത് ചാനൽ. സെൻഡർ അയക്കുന്ന മെസ്സേജ് ഡെലിവർ ചെയ്യുന്ന മീഡിയം അല്ലെങ്കിൽ പാതയാണ് ചാനൽ. മുഖാമുഖ സംഭാഷണങ്ങൾ, ടെലിഫോൺ കോൺവെർസേഷൻസ്, ഇമെയിൽ, TV, സോഷ്യൽ മീഡിയ തുടങ്ങിയൊക്കെ കമ്മ്യൂണിക്കേഷൻ ചാനൽസിന് ഉദാഹരണങ്ങളാണ്. നെക്സ്റ്റ് ഡീകോഡിംഗ്. റിസീവർ തനിക്ക് കിട്ടിയ മെസ്സേജ് വ്യാഖ്യാനിക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന പ്രോസസ്സാണ് ഡീകോഡിംഗ്. അടുത്താണ് റിസീവർ. സെൻഡർ അയച്ച മെസ്സേജ് സ്വീകരിക്കുന്ന വ്യക്തിയോ അല്ലെങ്കിൽ ആൾക്കാരോ ആണ് റിസീവർ. നെക്സ്റ്റ് ഫീഡ്ബാക്ക്. മെസ്സേജിനുള്ള റിസീവറിന്റെ മറുപടിയോ പ്രതികരണമോ ആണ് ഫീഡ്ബാക്ക്. റിസീവറിന് മെസ്സേജ് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പിക്കുന്ന ഒരു വഴിയും കൂടിയാണ് ഫീഡ്ബാക്ക്. നെക്സ്റ്റ് കോണ്ടെക്സ്റ്റ്. മെസ്സേജ് എങ്ങനെയാണ് കൈമാറ്റം ചെയ്യുന്നത്, വ്യാഖ്യാനിക്കുന്നത്, സ്വീകരിക്കുന്നത് എന്നതിനൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സന്ദർഭവും സാഹചര്യമൊക്കെയാണ് കോണ്ടെക്സ്റ്റ്. അവസാനമായിട്ടുള്ളതാണ് നോയ്സ്. കമ്മ്യൂണിക്കേഷന് തടസ്സം സൃഷ്ടിക്കുന്ന എന്ത് കാര്യവും നോയ്സ് ആയിട്ട് കണക്കാക്കാം. ഈ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് മനസ്സിലാക്കുകയും പ്രയോഗിക്കുകയും ചെയ്യുന്നതിലൂടെ ഫലപ്രദമായിട്ട് സന്ദേശങ്ങൾ കൈമാറ്റം ചെയ്യുന്നുവെന്നും മനസ്സിലാക്കുന്നുവെന്നും ഒക്കെ ഉറപ്പിക്കാനും അതുപോലെ തെറ്റിദ്ധാരണകൾ കുറയ്ക്കാനും ഒക്കെ കഴിയും. അടുത്തതാണ് കമ്മ്യൂണിക്കേഷനിൽ പ്രധാനമായിട്ട് 2 ടൈപ്സ് ആണുള്ളത്. വെർബൽ കമ്മ്യൂണിക്കേഷൻ മെത്തേഡും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ മെത്തേഡും. സംസാരത്തിലൂടെയോ എഴുത്തുരൂപേണയോ ഒക്കെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള രീതിയാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഉദാഹരണത്തിന് സംസാരിക്കുന്നത്, മുഖാമുഖ സംഭാഷണങ്ങൾ, ഫോൺ കോൺവെർസേഷൻസ്, ലെറ്റേഴ്സ്, റിപ്പോർട്ട്സ്, ബുക്സ് തുടങ്ങിയവയൊക്കെ. ഇനി വാക്കുകൾ ഉപയോഗിക്കാതെ ആംഗ്യഭാഷ, മുഖഭാവങ്ങൾ, ചലനങ്ങൾ തുടങ്ങിയവയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വിവരങ്ങൾ കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. അതിൽ ബോഡി ലാംഗ്വേജസ്, പോസ്ചർ, ഗെസ്റ്റേഴ്സ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ട്യൂൺ ഓഫ് വോയിസ് തുടങ്ങിയൊക്കെ വെർബൽ കമ്മ്യൂണിക്കേഷനിലെ ഉദാഹരണങ്ങളാണ്. വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്തൊക്കെ പ്രത്യേകത ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ പ്രധാനമായിട്ട് വാക്കുകളുടെ ഉപയോഗമാണ് വെർബൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. മെസ്സേജുകൾ നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഇമെയിൽസ്, ടെക്സ്റ്റ്, വീഡിയോ കോൺഫറൻസിങ് തുടങ്ങിയ വിവിധ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വ്യത്യസ്ത തരത്തിലുള്ള ഇൻഫർമേഷൻസ് കൊടുക്കാം, അതായത് വസ്തുതകൾ, ആശയങ്ങൾ, നിർദ്ദേശങ്ങൾ തുടങ്ങിയവയൊക്കെ. പിന്നെ ഒരു മെസ്സേജ് ഡെലിവറി ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്കത് എഡിറ്റ് ചെയ്യാനും റിവൈസ് ചെയ്യാനൊക്കെ സാധിക്കും. ഇപ്പോൾ ഫോൺ, വീഡിയോ കോൾസ് തുടങ്ങിയൊക്കെ ഉപയോഗിച്ച് എത്ര ദൂരത്ത് വേണമെങ്കിലും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ കമ്മ്യൂണിക്കേറ്റേഴ്സ് തമ്മിലുള്ള ബന്ധങ്ങളനുസരിച്ച് അത് ഫോർമലോ ഇൻഫോർമലോ ഒക്കെ ആവാം.
വെർബൽ കമ്മ്യൂണിക്കേഷൻ എക്സ്റ്റേണൽ നോയ്സ് ഒരു തടസ്സമായിട്ട് മാറുന്നുണ്ട്. കൂടാതെ എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും പ്രാക്ടീസ് തുടങ്ങിയ വഴികളിലൂടെ മാത്രമാണ് നമുക്ക് ഈ ഒരു വെർബൽ കമ്മ്യൂണിക്കേഷൻ നമുക്ക് സ്വായത്തമാക്കാനായിട്ട് കഴിയുള്ളൂ. ഇനി നമുക്ക് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന്റെ പ്രത്യേകതകൾ നോക്കാം. പ്രധാനമായും ബോഡി ലാംഗ്വേജ്, പോസ്റ്റർ, ഗസ്റ്റേഴ്സ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ട്യൂൺ ഓഫ് വോയിസ് തുടങ്ങിയ ഉപയോഗിച്ചാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. കൈ കാണിക്കുന്നതിലൂടെ, തലയാട്ടുന്നതിലൂടെ, കണ്ണിറുക്കുന്നതിലൂടെ, തോള് ചലിപ്പിക്കുന്നതിലൂടെ ഒക്കെ വ്യത്യസ്ത ആശയങ്ങളാണ് നമ്മൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. നോൺ വെർബൽ മെത്തേഡ്സ് ഇൻസ്റ്റന്റ് ആയിട്ട് വരുന്നതാണ്, അഥവാ സ്വമേധയാ വരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അവ പ്രത്യേകം പ്രിപ്പയർ ചെയ്തിട്ടോ പഠിച്ചിട്ടോ അല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അത് റെക്കോർഡ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ പരിഷ്കരിക്കാനോ തിരിച്ചെടുക്കാനോ ഒന്നും സാധിക്കില്ല. ടെക്നോളജി ലിമിറ്റേഷൻസ് ഉണ്ട്. യാതൊരുവിധ ടെക്നോളജി ഉപയോഗിച്ചിട്ടല്ല നോൺ വെർബലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതിന് ഫിസിക്കൽ പ്രസൻസ് അത്യാവശ്യമാണ്. എത്ര ശബ്ദമുഖരിതമായ അന്തരീക്ഷത്തിലും നോൺ വെർബലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ജെന്യൂൻ ആയിട്ടുള്ള ഇമോഷൻസ്, റിയാക്ഷൻസും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇത് എപ്പോഴും ഇൻഫോർമൽ ആയിരിക്കും. വിശ്വാസങ്ങൾ ഉണ്ടാക്കാനും ബന്ധങ്ങൾ സ്ഥാപിക്കാനും ഇമോഷണലി കണക്ഷൻസ് ഉണ്ടാക്കാനൊക്കെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഹെൽപ്പ് ആകുന്നുണ്ട്. അനുഭവങ്ങളിലൂടെ നിരീക്ഷണങ്ങളിലൂടെയൊക്കെയാണ് നോൺ വെർബലി കമ്മ്യൂണിക്കേഷൻ നമ്മൾ പഠിച്ചെടുക്കുന്നത്. അടുത്ത പാർട്ടാണ് കമ്മ്യൂണിക്കേഷൻ ചാനൽസ്. കമ്മ്യൂണിക്കേഷൻ ചാനൽസ് ആർ ദ മീഡിയംസ് ത്രൂ വിച്ച് ഇൻഫർമേഷൻ ഈസ് ട്രാൻസ്മിറ്റഡ് ഫ്രം സെൻഡർ ടു റിസീവർ ഡ്യൂറിങ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ നടത്തപ്പെടുന്ന സമയത്ത് സെൻഡറിൽ നിന്നും റിസീവറിലേക്ക് സന്ദേശങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന മീഡിയത്തെ അല്ലെങ്കിൽ പാതയെയാണ് കമ്മ്യൂണിക്കേഷൻ ചാനൽ എന്ന് പറയുന്നത്. വെർബൽ കമ്മ്യൂണിക്കേഷനിലും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിലും ആയിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ചാനൽസ് ഉണ്ട്. അതിൽ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നതാണ് ഫേസ് ടു ഫേസ്, ടെലിഫോണിക്, വീഡിയോ കോൺഫറൻസിങ്. ഫേസ് ടു ഫേസ് അഥവാ രണ്ടാളുകൾ തമ്മിൽ നേരിട്ട് അഥവാ മുഖാമുഖം സംഭാഷണങ്ങൾ നടത്തുന്നത്, മീറ്റിംഗ്സ്, അതുപോലെ ഡിസ്കഷൻസ്. ഇനി ടെലിഫോണിക്കിൽ വരുന്നത് ഫോൺ കോൾസ്, വോയിസ് മെസ്സേജ് തുടങ്ങിയവ. വീഡിയോ കോൺഫറൻസിൽ ഗൂഗിൾ മീറ്റ്, സൂം തുടങ്ങിയ പ്ലാറ്റ്ഫോമിൽ നടത്തപ്പെടുന്ന വിർച്വൽ മീറ്റിംഗ്സ്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ചാനലാണ് ബോഡി ലാംഗ്വേജ്. അതിൽ ഗസ്റ്റേഴ്സ്, പോസ്ചർ, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ഐ കോണ്ടാക്ട്സ് എന്നൊക്കെ ഇതൊക്കെ ഉൾപ്പെടുന്നുണ്ട്. എങ്ങനെയാണ് നമ്മളൊരു ചാനൽ ചൂസ് ചെയ്യുന്നത്? ഫലപ്രദമായ ആശയവിനിമയത്തിന് നമ്മൾ ഉദ്ദേശിച്ച ഓഡിയൻസിലേക്ക് മെസ്സേജ് കൈമാറ്റം ചെയ്യപ്പെടുന്നതിന് ഉചിതമായിട്ടുള്ള ഒരു ചാനൽ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ പണ്ടൊക്കെ ഒരു കളി കളിക്കാറുണ്ട്. കുറച്ചധികം ആളുകളെ അല്ലെങ്കിൽ ഒരു 10 പേരെയൊക്കെ നിർത്തിയിട്ട് അതിൽ ഏറ്റവും മുന്നിലുള്ള വ്യക്തിക്ക് നമ്മളൊരു മെസ്സേജ് കൊടുക്കും. അത് ഓരോരുത്തരിലേക്കായിട്ട് ഇങ്ങനെ പാസ് ചെയ്ത് പോയിട്ട് ലാസ്റ്റുള്ള വ്യക്തിക്ക് അടുത്തെത്തുമ്പോൾ അവർക്ക് കിട്ടുന്ന മെസ്സേജ് ആദ്യം കൊടുത്ത ആൾക്ക് കൊടുത്ത മെസ്സേജിനേക്കാൾ എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആയിരിക്കും. എന്താ സംഭവിച്ചേ? എവിടെയോ വെച്ച് ആ മെസ്സേജ് മിസ്സായിപ്പോയി. ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് അതിലെ ഉള്ളടക്കത്തിനോ പ്രാധാന്യത്തിനോ യാതൊരു കോട്ടവും വരാതെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഉദ്ദേശിച്ച ഓഡിയൻസിലേക്ക് എത്തണം. അതിന് ഉചിതമായ ചാനൽ നമ്മൾ തിരഞ്ഞെടുക്കണം. നമ്മുടെ മെസ്സേജിൽ പല സ്വഭാവമുള്ളതായിരിക്കും. അത് വേഗത്തിൽ എത്തേണ്ടവയായിരിക്കും, ഒരുപാട് ഓഡിയൻസിലേക്ക് എത്തേണ്ടതായിരിക്കും, വളരെ പ്രാധാന്യം കൊടുക്കേണ്ടവയൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു സ്വഭാവത്തിനൊക്കെ അനുസരിച്ച് ഉചിതമായിട്ടുള്ള ചാനൽ നമ്മൾ തിരഞ്ഞെടുക്കണം. കമ്മ്യൂണിക്കേഷൻ്റെ മറ്റൊരു ഭാഗമാണ് ഓഡിയൻസ് അനാലിസിസ്. ഓഡിയൻസ് അനാലിസിസ് ഈസ് ദ പ്രോസസ് ഓഫ് ഐഡന്റിഫൈങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ ഓഡിയൻസ്. കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആവാൻ വേണ്ടി ഓഡിയൻസിനെ മനസ്സിലാക്കുന്ന പ്രോസസ്സാണ് ഓഡിയൻസ് അനാലിസിസ്. ഓഡിയൻസിനെ നമ്മൾ വിശകലനം ചെയ്യുന്നതോടുകൂടി ഓഡിയൻസ് കണക്ഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് തുടങ്ങിയ നമുക്ക് ഇംപ്രൂവ് ചെയ്യും. കൂടാതെ തെറ്റിദ്ധാരണകളും തെറ്റായ കമ്മ്യൂണിക്കേഷനും ഒക്കെ കുറക്കാനായിട്ട് സഹായിക്കും. അപ്പം നമ്മളൊരു ഓഡിയൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്? നമ്മുടെ ഓഡിയൻസ് ആരാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഏജ്, ജെൻഡർ, എഡ്യൂക്കേഷൻ, ഒക്യുപ്പേഷൻ, കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് തുടങ്ങിയവയെ കുറിച്ച് ഒരു ധാരണ നമുക്കുണ്ടായിരിക്കണം. അവരുടെ ആവശ്യങ്ങളും താല്പര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ സംസാരിക്കുന്ന വിഷയത്തെക്കുറിച്ച് അവരുടെ നോളജ് ലെവൽ നമ്മൾ അറിഞ്ഞിരിക്കുക. അവർ ചിലപ്പോൾ ആ ടോപ്പിക്കുമായിട്ട് ഫെമിലിയർ ആണോ അല്ലെങ്കിൽ ബേസിക് എക്സ്പ്ലനേഷൻസ് വേണോ എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുക. പിന്നെ അതുപോലെ നമ്മുടെ ഓഡിയൻസിലുള്ള ആളുകളുടെ ബന്ധം അനുസരിച്ച് ഫോർമലായിട്ടോ ഇൻഫോർമലായിട്ടോ ഒക്കെ നമുക്ക് സംസാരിക്കാം. അപ്പോൾ കൂടുതൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളാകുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ ഫ്രണ്ട്ലി ആയിട്ട് ഇൻഫോർമലൊക്കെ ആയിട്ട് നമുക്ക് സംസാരിക്കേണ്ടി വരും.
ഉചിതമായിട്ടുള്ള ചാനൽസ് തിരഞ്ഞെടുക്കുക. മുഖാമുഖമായിട്ടുള്ള സംഭാഷണങ്ങൾ, ഇമെയിൽസ്, സോഷ്യൽ മീഡിയ, പ്രസന്റേഷൻസ് തുടങ്ങിയ ഓഡിയൻസിന് എഫക്റ്റീവ് ആയിട്ടുള്ള വഴികൾ നമ്മൾ ചൂസ് ചെയ്യുക. ഓഡിയൻസ് അനലൈസിസ് നടത്തുമ്പോൾ അത് നമ്മുടെ കമ്മ്യൂണിക്കേഷന് മനസ്സിലാവുക മാത്രമല്ല സ്വാധീനം ചെലുത്തുന്നത് കൂടിയാവുമെന്ന് ഉറപ്പുവരുത്തുന്നുണ്ട്. അടുത്തതാണ് ഇന്റർ കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ. ഇന്റർ കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ദ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ഐഡിയാസ് ബിറ്റ്വീൻ പീപ്പിൾ ഫ്രം ഡിഫറെന്റ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്സ്. വ്യത്യസ്ത സാംസ്കാരിക പശ്ചാത്തലത്തിൽ നിന്നുള്ള ആളുകൾ പരസ്പരം ആശയങ്ങളും വിവരങ്ങളും ഒക്കെ കൈമാറ്റം ചെയ്യുന്നതാണ് ഇന്റർ കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ. ഭാഷാപരമായിട്ടും വിശ്വാസപരമായിട്ടും വാല്യൂസ്, ബിഹേവിയേഴ്സ് തുടങ്ങിയ സാംസ്കാരിക വ്യത്യാസമുള്ള ആൾക്കാരെ അംഗീകരിക്കാനും അവരെ ബഹുമാനിക്കാനും ഒക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ രണ്ടോ അതിലധികമോ വ്യത്യസ്ത സംസ്കാരങ്ങൾ തമ്മിലുള്ള പരസ്പര പൊരുത്തപ്പെടലാണ് ഈ ഇന്റർ കൾച്ചറൽ കമ്മ്യൂണിക്കേഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കുന്ന ഭാഷയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതാണ് ഇൻക്ലൂസീവ് ലാംഗ്വേജ്. ഇൻക്ലൂസീവ് ലാംഗ്വേജ് ഈസ് റെഫേഴ്സ് ടു യൂസിങ് വേർഡ്സ്, ഫ്രേസസ് ആൻഡ് എക്സ്പ്രഷൻസ് ദാറ്റ് റെസ്പെക്ട് ഓൾ ഇൻഡിവിജ്വൽസ്, പ്രൊമോട്ട് ഈക്വാലിറ്റി ആൻഡ് അവോയ്ഡ് എക്സ്ക്ലൂഷൻ. എല്ലാ വ്യക്തികളെയും ബഹുമാനിക്കുന്ന, സമത്വം പ്രോത്സാഹിപ്പിക്കുന്ന, ഒഴിവാക്കലും പക്ഷപാതവും ഒഴിവാക്കുന്ന വാക്കുകളും ശൈലികളും പദപ്രയോഗങ്ങളും ഒക്കെ ഉപയോഗിക്കുന്നതിനാണ് ഇൻക്ലൂസീവ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനാണ് ഇൻക്ലൂസീവ് ലാംഗ്വേജ് ഉപയോഗിക്കണം എന്ന് പറയുന്നത്? അത് റെസ്പെക്റ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ജാതി, വർഗം, പ്രായം, കഴിവ് തുടങ്ങിയ അസംഷൻസ് അഥവാ അനുമാനങ്ങളൊക്കെ ഉണ്ടാകുന്നത് തടയും. പ്രത്യേക ജെൻഡർ നെയിംസ് എടുത്തു പറയുന്നതിന് പകരം ജെൻഡർ ന്യൂട്രൽ ടേംസ് അഥവാ നിഷ്പക്ഷ പദങ്ങൾ ഉപയോഗിക്കുക. പിന്നെ അറിയാത്ത വ്യക്തികളെ കുറിച്ച് പറയുമ്പോൾ ഹി, ഹിസ്, ഹിം എന്നൊക്കെ പറയുന്നതിന് പകരം ദം, ദേ എന്നൊക്കെ എന്ന വാക്കുകൾ ഉപയോഗിക്കുക. പിന്നെ ആൽബീസ് ലാംഗ്വേജ് അവോയ്ഡ് ചെയ്യുക. എന്ന് വെച്ചാൽ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്ന, വേദനിപ്പിക്കുന്ന ലാംഗ്വേജ് ഒഴിവാക്കുക. ഡിസേബിൾഡ് പേഴ്സൺ എന്ന് പറയുന്നതിന് പകരം എ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി എന്ന് ഉപയോഗിക്കാം. സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള വർഗ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്ന പദങ്ങൾ ഒഴിവാക്കുക. എല്ലാത്തിലും ഉപരി വൈവിധ്യത്തെ അംഗീകരിക്കുകയും എല്ലാവരോടും ബഹുമാനത്തോടെ പെരുമാറുകയൊക്കെ ചെയ്യുന്നതാണ് ഇൻക്ലൂസീവ് ലാംഗ്വേജ് കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. ദെൻ ലെറ്റ്സ് മൂവ് ടു ദി ലാസ്റ്റ് പാർട്ട്, കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ്. Communication barriers refers to obstacles that prevent effective exchange of information between the sender and receiver. സെൻഡറിൽ നിന്നും റിസീവറിലേക്ക് വിവരങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളാണ് കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ്. ഏതൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് എന്ന് നോക്കാം. ആദ്യത്തേതാണ് ലാംഗ്വേജ് ബാരിയേഴ്സ്. വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾക്കിടയിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളാണ് ലാംഗ്വേജ് ബാരിയേഴ്സ്. അത് ഭാഷകൾ അറിയാത്തത് മാത്രമല്ല, ചില വാക്കുകൾ പല സ്ഥലങ്ങളിലും ഡിഫറെൻറ്റ് മീനിങ്ങിലാണ് ഉണ്ടാകുന്നത്. അത് ആളുകൾക്കിടയിൽ തെറ്റായി മനസ്സിലാക്കാനും വ്യാഖ്യാനിക്കാനും ഒക്കെ സാധ്യത കൂടുതലാണ്. നെക്സ്റ്റ്, കൾച്ചറൽ ബാരിയേഴ്സ്. വ്യത്യസ്ത സംസ്കാരങ്ങളിൽ ആശയങ്ങളെ വ്യാഖ്യാനിക്കുന്ന രീതി വ്യത്യസ്തമായിരിക്കും. അത് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനെ ബാധിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ഇമോഷണൽ ബാരിയേഴ്സ്. ഫിയർ, ആങ്കർ, ഫ്രസ്ട്രേഷൻ തുടങ്ങിയ ഇമോഷൻസ് മെസ്സേജ് സെൻഡ് ചെയ്യുന്നതിനെയും സ്വീകരിക്കുന്നതിനെയും മെസ്സേജ് മനസ്സിലാക്കുന്നതിനെയൊക്കെ ബാധിക്കുന്നുണ്ട്. നന്നായി പേടിച്ചിരിക്കുന്ന ഒരാൾക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയില്ല. ആളൊന്ന് റിലാക്സ് ആവേണ്ടി വരും. അതുപോലെ തന്നെ ദേഷ്യപ്പെട്ടിരിക്കുന്ന ആളടുത്തും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ദേഷ്യമൊക്കെ മാറി കൂളായാൽ മാത്രമാണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുകയുള്ളൂ. അടുത്തതാണ് പെർസെപ്ച്വൽ ബാരിയേഴ്സ്. ആളുകൾ വിവരങ്ങളെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നതിലെ വ്യത്യാസങ്ങൾ മൂലം ഉണ്ടാകുന്ന തടസ്സങ്ങളാണ് പെർസെപ്ച്വൽ ബാരിയേഴ്സ്. ആളുകൾ അവരുടെ അനുഭവങ്ങൾ, വിശ്വാസങ്ങൾ, മൂല്യങ്ങൾ, പ്രതീക്ഷകൾ എന്നിവയൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് വിവരങ്ങളെ വ്യാഖ്യാനിക്കുമ്പോൾ അത് തെറ്റിദ്ധാരണയിലേക്കും അതുപോലെ തെറ്റായ വ്യാഖ്യാനങ്ങളിലേക്കൊക്കെ നയിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ആറ്റിറ്റ്യൂഡിനൽ ബാരിയേഴ്സ്. ആളുകളുടെ മനോഭാവങ്ങൾ, ധാരണകൾ തുടങ്ങിയ കൊണ്ടുണ്ടാകുന്ന തടസ്സങ്ങളാണ് ആറ്റിറ്റ്യൂഡിനൽ ബാരിയേഴ്സ്. അപ്പോൾ ചില വ്യക്തികൾക്ക് ചില വിഷയങ്ങൾക്കോ സംഭാഷണത്തിലോ ഒക്കെ താല്പര്യങ്ങളില്ലെങ്കിൽ അവർ അത്ര ആക്റ്റീവായിട്ട് ഇടപെടില്ല. അതുപോലെ ഡിഫറെൻറ്റ് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരുണ്ടാവും. ഇപ്പോൾ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ആളുകളുണ്ടാവും, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ആളുകളുണ്ടാവും. അപ്പോൾ അവരുടെ മൈൻഡ് സെറ്റിലുള്ള രീതിയിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുള്ളൂ. അടുത്തതാണ് സ്റ്റീരിയോ ടൈപ്പിംഗ്. ജെൻഡർ, ഏജ്, റേസ്, കൾച്ചർ, റിലീജിയൻ തുടങ്ങിയ സ്വഭാവ സവിശേഷതകളെ അടിസ്ഥാനമാക്കിയിട്ട് വ്യക്തികൾ മറ്റുള്ളവരെക്കുറിച്ച് പൊതുവായിട്ടുള്ള അനുമാനങ്ങൾ നടത്തുക. അഥവാ വ്യക്തികളെ മനസ്സിലാക്കുന്നതിന് പകരം ഗ്രൂപ്പുകളെക്കുറിച്ചുള്ള മുൻധാരണകൾ വെച്ചിട്ട് തീരുമാനിക്കുക. ഇത് ശരിയായ രീതിയിൽ ആളുകളെ മനസ്സിലാക്കുന്നതിൽ നിന്ന് തടസ്സങ്ങൾ വരുത്തുന്നുണ്ട്.
അടുത്തതാണ് പ്രെജുഡൈസ്, മുൻവിധികൾ. മറ്റുള്ളവരുടെ ആശയങ്ങൾ ശരിക്കു കേൾക്കുകയോ മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നതിന് മുന്നേ തന്നെ അത് തള്ളിക്കളയുകയോ നിരസിക്കുകയോ ഒക്കെ ചെയ്യുന്നതാണ് പ്രെജുഡൈസ്. നെക്സ്റ്റ് ബിഹേവിയറൽ. അശ്രദ്ധ, അക്ഷമ, എതിർക്കുക, പ്രതിരോധിക്കുക തുടങ്ങിയ പെരുമാറ്റങ്ങളൊക്കെ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു. നെക്സ്റ്റ് ജെൻഡർ ബാരിയേഴ്സ്. സ്ത്രീ പുരുഷന്മാർ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതി, അവരുടെ ലോജിക് ആൻഡ് ഇമോഷണൽ സൈസ് ഇതൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ചില മെസ്സേജുകൾ തെറ്റായിട്ട് വ്യാഖ്യാനിക്കാൻ ഇടവരുന്നുണ്ട്. നെക്സ്റ്റ് ടെക്നോളജിക്കൽ ബാരിയേഴ്സ്, സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങൾ. സാങ്കേതിക മാധ്യമങ്ങളിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങൾ, മൊബൈൽസ്, കമ്പ്യൂട്ടർ തുടങ്ങിയ ഇമെയിൽസ്, വീഡിയോ കോൺഫറൻസിങ് തുടങ്ങിയവയിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ടെക്നോളജിക്കൽ ബാരിയേഴ്സ്. ദ ലാസ്റ്റ് വൺ ഇൻഫോർമേഷൻ ഓവർലോഡ്. വളരെയധികം വിവരങ്ങൾ സ്വീകരിക്കുന്നയാൾ കൂടുതൽ ആശയക്കുഴപ്പത്തിലാവുകയും അത് കമ്മ്യൂണിക്കേഷനെ ബാധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഓരോ തടസ്സങ്ങളെ തിരിച്ചറിയുകയും വേണ്ടുന്ന മുൻകരുതലൊക്കെ എടുക്കുകയും ബോധവാന്മാരാവുകയൊക്കെ ചെയ്യുന്നതോടുകൂടി ബാരിയേഴ്സൊക്കെ തരണം ചെയ്ത് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് നമുക്ക് പറ്റും. ഇത്രയാണ് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനായിട്ടുള്ളത്. ഇനി ഈ പാഠത്തിൽ എക്സാമിന് വരാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ നോക്കാം. കീവേഡ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ചാപ്റ്ററിലും ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ്സ് ആണ് കീവേഡ്സ്. അത് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കുക. ഈ യൂണിറ്റിൽ കമ്മ്യൂണിക്കേഷൻ, വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, ഓഡിയൻസ് അനാലിസിസ്, ഇൻഡോ കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ, ഇൻക്ലൂസീവ് ലാംഗ്വേജ് ഇവയൊക്കെ എഴുതാൻ പറ്റുന്ന രീതിയിൽ നല്ല ഡെഫിനേഷനായിട്ട് പഠിച്ചു വെക്കുക. അടുത്തത് പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അത് ഓർഡർ ആയിട്ട് നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിക്കുകയൊക്കെ ചെയ്യാം. ഇനി വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ ഡിഫറൻസ് ഉദാഹരണ സഹിതം പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ്. അതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അത് എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടെങ്കിലും ബാരിയേഴ്സ് ചോദിക്കാൻ സാധ്യതയുണ്ട്. So that's all about this chapter. I hope you understood the topics we discussed. If you have any doubts or need help, please enter your comments on the comment box. Thank you for being the part of this session. See you in the next one. Thank you.